കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് പ്രതിസന്ധി അതിരൂക്ഷം. ന്യായവില മരുന്ന് കേന്ദ്രത്തിൽ 10 മരുന്നുകളില്ല. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വൻ തുക നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ. 11 കൊല്ലം അച്ഛൻ ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവപ്പെട്ട ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടുത്തെ മരുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പറയും, വേറെ സ്ഥലത്ത് പറയും വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ തന്നെ രോഗി ഇവിടെ മരണപ്പെടും. ആ സ്ഥിതിയിലേക്കുള്ള അവസ്ഥയാണ്. മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടുക എന്നുള്ളതാണ് എൻ്റെ പ്രതിസന്ധി. കാരണം എന്ന് വെച്ചാൽ സൗജന്യ മെഡിക്കൽ ഷോപ്പിലേക്കാണ് ആദ്യം ചീട്ട് തരിക. അവിടെ നിന്ന് സീല് കുത്തും 2-3 സ്ഥലത്ത്, പിന്നെ വീണ്ടും കാരുണ്യയിൽ പോകണം. കാരുണ്യയിൽ പോയി അവിടെ നിന്നും ക്യൂ നിൽക്കണം, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കണം. അവിടെ നിന്ന് എത്ര കിലോമീറ്റർ നടക്കണം എന്നറിയോ? അത്രയും നടക്കണം. നമ്മളെപ്പോലത്തെ ഒരു പ്രായമുള്ള ഒരാൾക്കാർക്ക് ഇത്രയും നടക്കണം. നീതിയിലേക്ക് പോകാൻ പറയും. അവിടെ നിന്ന് നീതിയിലേക്ക് പോകും. അവിടെ നിന്ന് കുറേ സമയം ക്യൂ നിൽക്കണം. അവിടെയും ഉണ്ടാവില്ല ഈ മരുന്നുകൾ. മൂന്ന് മെഡിക്കൽ ഷോപ്പിലും എഴുതി തരുന്ന മരുന്നുകൾ ഫുള്ളായിട്ട് ഉണ്ടാവില്ല. വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വലിയ ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലാണ് ഇത്തരത്തിൽ ദുരവസ്ഥ രോഗികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ പ്രശ്നം? നീലിമ, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ രോഗികൾ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തങ്ങൾ ഇങ്ങനെ നിരന്തരം ന്യായവില കേന്ദ്രത്തിൽ കയറി ഇറങ്ങുകയാണ്. പക്ഷെ അപ്പോൾ പോലും തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മരുന്നും ആശുപത്രിയിലെ ന്യായവില മരുന്നു കേന്ദ്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പൊക്കെ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഈ ന്യായവില കേന്ദ്രത്തിന് മുന്നിൽ ഒരു നീണ്ട ക്യൂ കാണാമായിരുന്നു. പക്ഷേ ഇന്ന് പോയ സമയത്ത് ആ ക്യൂ അവിടെ ഉണ്ടായിരുന്നില്ല. 1-2 ആളുകൾ മാത്രമാണ് ന്യായവില മരുന്ന് കേന്ദ്രത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ന്യായവില കേന്ദ്രത്തിൽ മരുന്നുകളില്ല എന്നുള്ളതാണ്. ഇവരുമായി നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത് 10 മരുന്നുകൾ ന്യായവില കേന്ദ്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഈ ആശുപത്രിയിൽ ഡോക്ടർമാർ എഴുതി നൽകുന്ന മരുന്ന് അത് വലിയ തുക കൊടുത്ത് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടുള്ള അവസ്ഥയിലേക്കാണ് രോഗികൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സഹായരായവരാണ്. 3000-ലധികം രോഗികൾ ദിവസേന എത്തുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥ അത് ദയനീയമായി ശരി അനഘ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ പ്രതിസന്ധി വിട്ടൊഴിയുന്നില്ല. ഇപ്പോൾ മരുന്ന് പ്രതിസന്ധിയാണ് അതിരൂക്ഷമായിരിക്കുന്നത്. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.